ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് നിങ്ങളെയും ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ത്രീ ഓഫ് കപ്സ് ആണ് ഓവറോൾ എനർജിയിൽ വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് അത്രത്തോളം മനോഹരമായി പോയൊരു കണക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നു നിങ്ങൾ, അങ്ങനെയെന്നാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു ഹസ്ബൻഡ് വൈഫ് കുട്ടികളൊക്കെ ഉള്ള ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഈ ഒരു വ്യക്തിനെ ഹസ്ബൻഡായിട്ട് വൈഫ് എന്ന രീതിയിലാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു സമയത്ത് ഈഗോ ഉള്ള വ്യക്തിയുടെ എനർജി ആയിട്ട് കാണുന്നുണ്ട്. ഭയങ്കര ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. വാശിയാണ്, അവരുടെ ഭാഗം ശരി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവരിപ്പോൾ കുറച്ച് കൂട്ടുകെട്ടിലൊക്കെ പെട്ടതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് നടന്നതായിട്ടും കാണുന്നുണ്ട്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് പിണങ്ങി മാറി നിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങൾക്കൊരു മുഖം തരാത്ത രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവരുടെ പോക്ക് ശരിയല്ലാത്തത് കാരണമായിരിക്കാം നിങ്ങൾ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ അത് ഈ ഒരു വ്യക്തിയെ വല്ലാതെ ഭയങ്കര ഈഗോ ഉള്ള വ്യക്തിയാണ്. ഒന്നാമത്തെ കാര്യം അതാ. ഇപ്പോൾ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു പോയ വ്യക്തിയായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ട് ആൾ ഇപ്പോൾ നിങ്ങളെ വേണ്ടെന്ന് വെക്കാനും മതിയാവും. അങ്ങനെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ആൾ. ഇപ്പോൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണുന്നത്. പക്ഷേ വ്യക്തിയുടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതുപോലെ ആൾ ഒരു കൂട്ടുകെട്ടിലേക്ക് പെട്ടൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചൊക്കെ എന്താ പറയുക, താനെന്ന ഭാവം ഈ വ്യക്തിക്കുണ്ട്. എല്ലാം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. അവരാണ് പറയുന്നത് ശരി, അല്ലെങ്കിൽ അവരെ ഭാഗമാണ് എല്ലാം ഉള്ളത്. എന്തിനേതിനും അങ്ങനെ നിങ്ങളെക്കാളും ഒരു പടി മുന്നിൽ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിൽക്കണം. അപ്പോൾ അവരെ ചോദ്യം ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് ശ്രമിക്കുന്നതൊന്നും ഇഷ്ടമല്ല. മറ്റുള്ളവരുടെ മുമ്പിലായാലും ഈ വ്യക്തി ഭയങ്കര അട്രാക്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ വേഗം അട്രാക്റ്റ് ആവുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. എല്ലാവരോടും ഭയങ്കര നല്ല രീതിയിൽ ചിരിച്ച് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒന്നിനൊരു കുറവില്ല എന്നുള്ള മട്ടിലൊക്കെ ആയിരിക്കാം ഈ വ്യക്തിയുടെ ഒരു ഭാവം. അത് തന്നെയാണ് കാണുന്നത്. ചില സാഹചര്യത്തിൽ കുറച്ച് ക്യാഷ് ടീമുള്ളവരുണ്ടാവാം, ക്യാഷ് ഇല്ലെങ്കിലും ക്യാഷ് ഉള്ളതുപോലെ ഉള്ള ഒരു നടപ്പും നിപ്പും അങ്ങനെയുള്ള ഭാവം ഈ വ്യക്തിയിലുണ്ടാവാം. കുറച്ചൊക്കെ ഇങ്ങനെ എല്ലാം നേടിയെടുക്കുന്ന ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയാണ്. ആൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനാണ് കൂടുതലും ഫോക്കസ് കൊടുക്കുന്നതെന്നാണ് കാണുന്നത്. ഇതിനകത്ത് മൂന്നാമതൊരു വ്യക്തിയുണ്ട്. നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതിൽ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ ശരിക്കും തളർത്തിയിട്ടുണ്ടാവാം. നിങ്ങളിപ്പോൾ വേദനാജനകമായ ഒരു സിറ്റുവേഷനൊക്കെ അതിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവാം ഇത് ഒരു ചീറ്റിംഗ് ആണ്. ശരിക്കും നിങ്ങളടുത്ത് ചെയ്യുന്നതും ഇവിടെ ചീറ്റിങ്ങിൻ്റെ എനർജിയാണ്. ആളെ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ വളരെ മോശം എന്നാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ആൾക്കൊരു ഭയമുണ്ട്. എന്തൊക്കെയോ തരത്തിൽ ഈ വ്യക്തി ഭയക്കുന്നുണ്ട്. ആളുടെ ഫോക്കസ് ഈ ഒരു സമയം മറ്റൊരു വശത്താണെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ
നിങ്ങൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്കിപ്പോൾ മുഖം തരുന്നുണ്ടാവില്ല. ഭയങ്കര ഈഗോ കാരണം മാറി നിൽക്കുന്നു. പക്ഷേ ഒരു വശം എന്തിനും ഏതിനും ഓടിച്ചാടി എത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടെ അടുത്താണ് ഈ വ്യക്തിയുടെ ഒരു ശരിക്കും മറ്റുള്ളവർക്കെല്ലാം വേഗം സഹായം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. കയ്യിലുണ്ടെങ്കിലെല്ലാം പെട്ടെന്ന് കൊടുക്കുന്നെല്ലാം ഒരു സ്വഭാവം ഈ വ്യക്തിയിൽ ഉണ്ടാവാം. മറ്റുള്ളവരെ സഹായിക്കാനൊന്നും ഈ ഒരു വ്യക്തിക്ക് മടിയില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. മറ്റുള്ളവർക്ക് സഹായം, ധനം എല്ലാം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ക്യാഷ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എടുത്തുചാട്ടം കുറച്ച് കൂടുതലാണെന്നാണ് കാണുന്നത്. കാരണം ഒന്നും ചിന്തിക്കാതെയാണ് ആളുടെ ഇപ്പോഴത്തെ ഒരു പോക്ക്. കാരണം ഒന്നും ചിന്തിക്കുന്നില്ല ആൾ. പാസ്റ്റിന് നിങ്ങളുടെ ഇടയ്ക്കുണ്ടായ പ്രശ്നത്തെ പോലും അതൊന്നും ഇപ്പോൾ ചിന്തിക്കാതെയാണ് ആളിപ്പോൾ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. പക്ഷേ ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ശരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ വില മനസ്സിലാക്കി തന്നെ നിങ്ങളിലേക്ക് വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുകളയാൻ പറ്റില്ല. എന്ത് സാഹചര്യമെങ്കിലും ഇവിടെ ഉണ്ടോ ക്യൂൺ ഓഫ് കപ്സ്. ആൾക്ക് സ്നേഹമൊക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്ത്. ഭയങ്കര വാശിപ്പുറത്താണ് ഈ ചെയ്ത് കൂട്ടുന്നത്. എന്ന് വെച്ച് ആൾ വരാതിരിക്കില്ല. പോയതുപോലെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എത്രയൊക്കെ വാശി കാണിച്ചാലും എത്രയോ തവണ നിങ്ങളടുത്തു നിന്ന് ഇതിനു മുമ്പും വാശി കാണിച്ച് ആൾ നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ടാവും. ആൾ തന്നെയായിരിക്കും തിരിച്ചു വരുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പോയതുപോലെ തന്നെ ആൾ തിരിച്ചു വരുന്നു. സ്റ്റാറാണ്. അപ്പം നിങ്ങളെ വിട്ടുപരിയാൻ ഈ വ്യക്തിക്ക് പറ്റില്ല. എന്നിട്ടും ഇതിലേക്കൊരു സ്റ്റേബിളായിട്ട് നിൽക്കാനും പറ്റുന്നില്ല ആൾക്ക്. അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ഈ വ്യക്തിയുടെ. ഇത് തമ്മിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. ആൾ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് കുത്തി നോവിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ ഒരു വ്യക്തി. ഇതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആൾ തിരിച്ചു വരും. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഓൺ ആൻഡ് ഓഫ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഇത് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പിണങ്ങി പോവും. പിന്നെ വീണ്ടും ആൾ തിരിച്ചു വരും. ഈ ഒരു സ്വഭാവത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തിരിച്ച് നിങ്ങളെയും ഈ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ഈ വ്യക്തിയുടെ സ്വഭാവം. സ്നേഹമൊക്കെ ഉണ്ട്, മാത്രം വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ്. ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ അടിയുണ്ടാവും. പിന്നെ വീണ്ടും പിരിയും. പിന്നെ വീണ്ടും ആൾ തന്നെ വരും, കണക്റ്റ് ആവും. ഇതൊക്കെയാണ് കാണുന്നത്. സ്നേഹമുണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ആ വ്യക്തിയും സ്നേഹിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ ഇതിൽ ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഫാമിലി പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഒരു മാറ്റത്തിലൂടെ ഈ വ്യക്തി കടന്നു പോകുന്നു. കണ്ടോ, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഒരു മാറ്റം ആ വ്യക്തിക്ക് വരും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റം വരും. ആൾ നിങ്ങളെ മനസ്സിലാക്കും. ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വില ശരിക്കും ഈ വ്യക്തി ഇനി തിരിച്ചറിയാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നിങ്ങളുടെ വില അറിയാത്തതുകൊണ്ടാണ് ആൾ ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്കെല്ലാം വരുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന സമയത്ത് ആളൊരു ഡിസിഷൻ എടുത്ത് തന്നെ ആൾ നിങ്ങളിലേക്ക് വരും കേട്ടോ. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാൻ കുറച്ച് ക്ലോസ് എടുത്തോളൂ. ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. ബ്ലൂ കളർ. മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം. കോഴിക്കോട്, തൃക്കേട്ട, കൊല്ലം. ലെറ്റർ എം ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ ജി, കാസർഗോഡ്, പൂരുരുട്ടാതി. ലെറ്റർ ഇ, ഡിസംബർ. ലെറ്റർ എൻ ആണ്, മാരേജ്, എറണാകുളം. ലെറ്റർ ഒ, അത്തം. ലെറ്റർ എസ്, പാലക്കാട്. 11/11 കാണുന്നുണ്ടാവാം ഈ ഒരു സമയത്ത്. ഫെബ്രുവരി, ജൂൺ മാസം. ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നാളത്തെ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.